ഹൈന്ദവ വിശ്വാസപ്രകാരം മഹാവിഷ്ണുവിന്റെ 10ാമത്തേതും അവസാനത്തേതുമായ അവതാരമാണ് കൽക്കി. കലിയുഗത്തിന്റെ അവസാനം മഹാവിഷ്ണു കൽക്കി എന്ന അവതാരമെടുക്കുകയും കലിയുഗത്തിൽ ഉയർന്നു വന്ന അധർമ്മങ്ങളെ തുടച്ചു നീക്കി ധർമ്മം പുനഃസ്ഥാപിക്കുകയും ചെയ്യും. ഒടുവിൽ അവതാര ലക്ഷ്യം പൂർത്തിയാക്കി കൽക്കി വിഷ്ണുവിൽ ലയിക്കും. പിന്നീട് കൃതയുഗം ആരംഭിക്കും. അങ്ങനെ യുഗങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടുമെന്നാണ് ഐതിഹ്യം. ദുഷ്ടശക്തികളിൽ നിന്ന് ലോകത്തെ സംരക്ഷിക്കാൻ ഭൂമിയിലേക്ക് ഇറങ്ങിയതാണെന്ന് വിശ്വസിക്കപ്പെടുന്ന വിഷ്ണുവിന്റെ ആധുനിക അവതാരത്തിന്റെ കഥയായാണ് നാഗശ്വിൻ കൽക്കി 2898 AD എന്ന ചിത്രമൊരുക്കുന്നത്. പ്രഭാസ് നായകനാകുന്ന ചിത്രത്തിൽ വലിയൊരു താരനിര തന്നെയാണ് അണിനിരക്കുന്നത്. ഈ ബിഗ് ബജറ്റ് ചിത്രത്തിനായി താരങ്ങൾ വാങ്ങുന്ന പ്രതിഫലമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയായിരിക്കുന്നത്. ബോളിവുഡിന്റെ ബിഗ് ബി അമിതാഭ് ബച്ചൻ, ഉലകനായകൻ കമൽഹാസൻ, ദീപിക പദുക്കോൺ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ചിത്രം ദീപികയുടെ തെന്നിന്ത്യൻ അരങ്ങേറ്റ ചിത്രം കൂടിയാണ്. 600 കോടി ബജറ്റിലാണ് കൽക്കി ഒരുങ്ങുന്നത്. ചിത്രത്തിൽ ദീപികയുടെ പ്രതിഫലം 20 കോടിയാണെന്നാണ് റിപ്പോർട്ടുകൾ. ബോളിവുഡിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടി കൂടിയാണ് ദീപിക. അടുത്തിടെ ഇറങ്ങിയ ഋത്തിക് റോഷൻ ചിത്രം ഫൈറ്ററിൽ താരം കേന്ദ്ര കഥാപാത്രങ്ങളിൽ ഒരാളായി എത്തിയിരുന്നു. ആ ചിത്രത്തിനായും ദീപിക വാങ്ങിയത് 20 കോടിയാണെന്ന് റിപ്പോർട്ടുകൾ വന്നത്. കൂടാതെ അമിതാഭ് ബച്ചൻ കൽക്കിക്കായി വാങ്ങുന്നത് 10 കോടിയും കമൽഹാസൻ വാങ്ങുന്നത് 15 കോടിയുമാണ്. ബോളിവുഡ് താരം ദിഷ പട്ടാണി 2 കോടി, ദുൽഖർ സൽമാൻ 3 കോടി, പശുപതി 50 ലക്ഷം എന്നിങ്ങനെ പ്രതിഫലം വാങ്ങുന്നതെന്നാണ് പുറത്തുവരുന്ന അനൌദ്യോഗികമായുള്ള വിവരങ്ങൾ. അതേസമയം ഇപ്പോൾ പ്രചരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 100 കോടി രൂപയാണ് പ്രഭാസിന്റെ കൽക്കിയിലെ പ്രതിഫലം എന്നാണ് പറയുന്നത്. അവസാനമായി പുറത്തിറങ്ങിയ പ്രഭാസ് ചിത്രം സലാറിലും താരത്തിന് ഇതേ പ്രതിഫലം തന്നെയായിരുന്നു. 2017 ബാഹുബലി 2ാം ഭാഗം ഇറങ്ങിയ ശേഷമാണ് താരം 100 കോടിയിലേക്ക് തന്റെ പ്രതിഫലം ഉയർത്തിയത്. അന്ന് ബാഹുബലിക്ക് വേണ്ടി താരം വാങ്ങിയത് 25 കോടിയായിരുന്നു. ഇപ്പോൾ അതിന്റെ 4 ഇരട്ടിയാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. തെന്നിന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിക്കുന്നവരിൽ ഒരാളാണ് പ്രഭാസ്. രജനീകാന്ത്, വിജയ്, കമൽഹാസൻ തുടങ്ങിയവരാണ് അക്കൂട്ടത്തിലുള്ള മറ്റു നടന്മാർ. വൈജയന്തി മൂവീസിന്റെ ബാനറിൽ സി അശ്വിനി ദത്താണ് ചിത്രം നിർമ്മിക്കുന്നത്. എപ്പിക് സയൻസ് ഫിക്ഷൻ ഡിസ്റ്റോഫിയൻ സിനിമ വിഭാഗത്തിൽ ഒരുങ്ങുന്ന ചിത്രം മെയ് 9-നാണ് തിയേറ്ററുകളിലെത്തുക. 2020 ഫെബ്രുവരിയിലായിരുന്നു ചിത്രം പ്രഖ്യാപിച്ചിരുന്നത്. ഇന്ത്യയൊട്ടാകെ കാത്തിരിക്കുന്ന ഈ പ്രഭാസ് ചിത്രം ഏറ്റവും ചിലവേറിയ ഇന്ത്യൻ സിനിമയായിട്ടാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. വൈജയന്തി മൂവീസ് നിർമ്മിക്കുന്ന 50ാമത്തെ ചിത്രം കൂടിയാണ് കൽക്കി. എന്തായാലും തെന്നിന്ത്യയിൽ വരാൻ പോകുന്ന ബിഗ് ബജറ്റ് ചിത്രങ്ങളിലൊന്നാണിത്. വലിയ ഹൈപ്പുമായി എത്തുന്ന കൽക്കിക്ക് മുടക്കു മുതലെങ്കിലും തിരിച്ചു പിടിക്കാനാവുമോ എന്നത് കണ്ടറിയുക തന്നെ വേണം. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.